നമസ്കാരം ആർ പി. നമസ്കാരം. മുഹമ്മദ് സനൂഫ്, നമ്മൾ ഇന്നലെ ആ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ് തത്വമയിൽ. പക്ഷേ ആർ പിയുടെ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വേണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് തോന്നി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UAPA ഈ വ്യക്തിക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നു. പലരുടെയും ചോദ്യം ഇത്തരത്തിൽ ഇത് പലപ്പോഴും രാജ്യവിരുദ്ധമായൊരു കമൻ്റാണ്, രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ വേണമെങ്കിൽ ഇതിനെ ഒരു ഹേറ്റ്രഡ് കമൻ്റായി കണ്ട് ഒരു സാധാരണ കമൻ്റായി തള്ളിക്കളഞ്ഞൂടെ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ ഒരു കാര്യം തത്വമയി ന്യൂസ് മറ്റൊരു മീഡിയയും പറയാത്ത ആർ പിയുടെ സോഴ്സസിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച്, സ്ഥിരീകരിച്ച വിവരം അനുസരിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ ഒരു 6-8 മാസങ്ങളായി ഈ വ്യക്തിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തുകൊണ്ട് ഇന്റലിജൻസ് ഏജൻസികൾ ഈ വ്യക്തിയുടെ പുറകെ ഉണ്ടായിരുന്നു? എന്താണ് ഈ വ്യക്തിയുടെ ഒരു പ്രാധാന്യം? ഈ കേസ്, ഈ സനൂഫിന്റെ കേസ് അതിന്റെ വളരെ ആദ്യ ഘട്ടത്തിലാണ് അല്ലേ? അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ദിവസങ്ങളാകുന്നേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ഇനി നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിയുമ്പോഴേ ഇയാളുടെ മേൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ്, എന്ത് തീവ്രവാദ സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ നമ്മുടെ ഒരു സ്പെക്കുലേഷൻ മാത്രമേ നമുക്ക് ഈ കാര്യത്തിലുള്ളൂ. പിന്നെ നമ്മുടെ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് പൊതു ഇടത്ത് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മനോജ് ചോദിച്ച ആ ഒരു കാര്യം വളരെ കറക്റ്റാണ്. അതായത് ഒരു ഫേസ്ബുക്ക് കമൻ്റ് ഇട്ടു, അതും സ്വന്തം പോസ്റ്റ് പോലുമല്ല, ഒരു ഫേസ്ബുക്ക് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മേൽ UAPA പോലെ അതീവ ഗുരുതരമായ ഒരു വലിയ നിയമം, വലിയൊരു നിയമത്തിൻ്റെ പേരിൽ കേസെടുക്കുമോ എന്നുള്ളതാണ് വളരെ കൃത്യമായ ചോദ്യം. കാരണം അങ്ങനെ കേസെടുക്കാനാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഒരു പകുതിയോളം ഇല്ലേ ഈ പ്രവാസികൾ ചെറുപ്പക്കാരെ എടുക്കേണ്ടി വരും. കാരണം സംഘീവിരോധത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ ഒരു മറവിൽ ഇവരെല്ലാം ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതും പറയുന്നതുമായ ഹേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊരു മനഃപൂർവ്വമാണ്. ഇപ്പൊ സംഘി അനുകൂലമായിട്ട് ഒരു ഹാൻഡിലുണ്ട്, അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയാൽ പച്ചയ്ക്ക് തെറി വിളിക്കുക. ഇത് പച്ചയ്ക്ക് തെറിവിളിക്കുന്നത് ഇതൊരു സ്ട്രാറ്റജിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഒരു മടുപ്പ് ആൾക്കാർക്ക് ഉണ്ടാവട്ടെ, അവരെ അങ്ങ് ഷോക്ക് ചെയ്ത് അവരെ പുറത്താക്കാനുള്ള ശ്രമം. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല, ഇത് നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ യഥാർത്ഥത്തിൽ സംഘീ വിരോധം, സംഘപരിവാർ വിരോധം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഹിന്ദു വിരോധവും അതിനപ്പുറം ഇത് നാഷണൽ വിരോധവും, ദേശത്തോടുള്ള വിരോധവുമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരാളെ മാത്രം തിരഞ്ഞു പിടിച്ച് അയാൾ ഇട്ട ഒരു കമൻറ്റിൻ്റെ പേരിൽ അയാളുടെ പേരിൽ UAPA നിയമം ചുമത്തുക, അയാൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ കാത്തിരുന്ന് അയാളെ പൊക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര സംഭവ്യമല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കുഴപ്പമാണ്, നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ കുഴപ്പം. അതായത് കിട്ടുന്നത് വെച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഒരു കമൻ്റ് ഇട്ടു, ഉടനെ അയാളെ അറസ്റ്റ് ചെയ്തു, UAPA ചുമത്തി, അത് കഴിഞ്ഞ് എന്നാണ് പറയുന്നത്. ഉടനെ അതുപോലെ എടുക്കുക. ആരും നോക്കിയില്ല. UAPA പിന്നീടാണ് ചുമത്തിയത്. ആരും നോക്കിയില്ല എങ്ങനെ UAPA ചുമത്തി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ കാരണമുണ്ട്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇത് BJPയുടെ അധീന ഭാരതി, അപ്പം അധീന ഭാരതിയുടെ പരാതിയിലാണ് ഈ അന്വേഷണം തുടങ്ങിയത്. ഇയാളുടെ അവിടെ പ്രവാസി ലോകത്തുള്ള ഇയാളുടെ ചെയ്തികളെ, ഇയാളുടെ കൂട്ടുകെട്ട്, ഇയാൾ താമസിക്കുന്നിടത്ത് ഇയാളോടൊപ്പം ഉള്ളവരെ, അതുപോലെ ഇയാൾ ഇന്ത്യയിൽ ബന്ധം വെച്ചിരുന്ന ചില ആൾക്കാരുണ്ട്. ഇതൊക്കെ ഈ കേസിൽ ഇനിയും റെക്കോർഡ് വരുമ്പോൾ ഇതെല്ലാം വരും. അതിൻ്റെ FIR മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം പുറത്തു വരേണ്ടതാണ്. അപ്പോൾ ഇയാൾ വെറും ഒരു കമൻ്റ് ഇട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരാളല്ല. അതിനപ്പുറം ഇയാളുടെ ചില ബന്ധങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇയാളുടെ ട്രാവൽ പ്ലാൻസ് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിവിടെ അറിയിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ UAPA ചുമത്തി അകത്താക്കുകയും ചെയ്തത്. അല്ലാതെ വെറുതെ ഒരു കമൻ്റ് ഇട്ട്, ഈ കമൻ്റ് ഇടുന്നവർ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ രാജ്യവിരുദ്ധതയാണ് പറയുന്നത്, അതും വെറുതെ ഒരു കാര്യമല്ല. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ മറ്റുള്ള ശത്രുവിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം UAPA ചുമത്തുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയല്ല UAPAയും നാഷണൽ സെക്യൂരിറ്റി ആക്ട് NSAയും പ്രവർത്തിക്കുന്നത്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിക്കെതിരെ, രാജ്യത്തിലെ സമാധാനത്തിനെതിരെ, രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കെതിരെ വാളുമായിട്ട് നിൽക്കുന്നവർക്ക് നേരെയുള്ള പ്രയോഗം തന്നെയാണ്. തീർച്ചയായിട്ടും.
ആർപ്പി ഇതിൻ്റെ ഒരു മറുവശം ഇയാളുടെ അറസ്റ്റും തുടർന്നുള്ള സംഭവവികാസങ്ങളും പുറത്തു വന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇയാളെ ഒരു പ്രതിരോധിക്കുവാൻ ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഒരുപക്ഷെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന സംഘികളായിരിക്കും. ഒരു 3 തരത്തിലാണ് ഇതിൻ്റെ നീളം. ഇങ്ങനെ ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ലിബറൽ വശം. 2, ഇയാളുടെ കൂടെയുള്ള റൂംമേറ്റ് ആയിട്ടുള്ള സംഘികളായിരിക്കും ഇത് ചെയ്തത്, അല്ലെങ്കിൽ ആരെങ്കിലും ഇയാളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത്, അത് പതിവ് ന്യായമാണ്. ഇത്തരത്തിലുള്ള വിവിധ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഇയാൾക്ക് വേണ്ടി ശക്തമായി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിർവ്വാണം അടയാം എന്നല്ലാതെ ഇതൊന്നും ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഏജൻസികളുടെ മുമ്പിലോ നിലനിൽക്കുന്നു പോകുന്ന വാദമല്ല. മനോജ് പറഞ്ഞതിനെ ഒരല്പം മാറ്റി ഞാനൊരു 3 കാര്യം പറയാം. ഇതിൽ വെള്ളം ചേർക്കാനും ഇവനെ വെള്ള പൂശാനും ചില ശ്രമങ്ങൾ നടന്നു. അതിൽ ആദ്യത്തെ ശ്രമം നടത്തിയത് മീഡിയ വണ്ണാണ്. അധികം ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. മീഡിയ വണ്ണ് പറഞ്ഞതും മീഡിയ വണ്ണിന്റെ പോസ്റ്ററിൽ വന്നതും മതസ്പർദ്ധ വളർത്തിയെന്ന്. ഇയാൾ ഒരു മതസ്പർദ്ധയും വളർത്തിയിട്ടില്ല. അയാള് അങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ ഒന്നും അല്ല അങ്ങനെ പറഞ്ഞത്. അയാൾ മതസ്പർദ്ധയോ മതമോ അയാളുടെ പോസ്റ്റിലോ കമന്റിലോ ഇല്ല. അയാള് കൃത്യമായിട്ട് രാജ്യവിരുദ്ധതയാണ് പറഞ്ഞത്. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. നീയൊക്കെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടുത്തെ കാഫറുകളെ കൊല്ല എന്ന ആഹ്വാനമാണ് ചെയ്തത്. കൂടെ താമസിക്കുന്ന, അതായത് ജനിച്ചു വളർന്ന് സ്വന്തം നാട്ടിലുള്ളവനെ മതത്തിന്റെ പേരിൽ അപ്പുറത്തുനിന്ന് വരുന്നവൻ കൊന്നുകളയണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് മതസ്പർദ്ധയല്ല, ഇത് രാജ്യവിരുദ്ധതയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് യുദ്ധം ചെയ്യാനും കലാപം ഉണ്ടാക്കാനുമുള്ള പ്രേരണയാണ് കൊടുത്തത്. അപ്പൊ ഇത് മനഃപൂർവ്വമാണ് ഇത് മതസ്പർദ്ധ എന്നുള്ള ഇതിലേക്ക് ഇത് കൊണ്ടുവരാൻ മീഡിയ വണ്ണ് ശ്രമിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഇതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതസ്പർദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണേലും എത്രയോ പേർക്കെതിരെയുള്ള ആരോപണമാണ് മതസ്പർദ്ധ വളർത്തിയെന്ന്. 100-1000-1 കേസായിട്ട് ഇത് മാറും. അപ്പൊ അതിനുവേണ്ടി വളരെ ബുദ്ധിപൂർവ്വമാണ് മീഡിയ വൺ അത് ചെയ്ത്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവരെ അതിനിടയിലും ഈ ഒരു വെള്ള പെയിന്റുമായിട്ട് ഇറങ്ങി അവരുടേതായ രീതിയിൽ ചെയ്യാവുന്ന കാര്യം ചെയ്തു. പക്ഷെ അത് ഫലവത്തായില്ല. കാരണം ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ 6 മാസത്തോളം അന്വേഷിക്കുകയും അതിന് കഷ്ടപ്പെടുകയും ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വിലപ്പെട്ടു പോയില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവനെ അനുകൂലിച്ച ഒരു മുസൽമാൻ ഒരിക്കലും ഇങ്ങനൊന്നും എഴുതത്തില്ല. ആര് പറഞ്ഞു എഴുതത്തില്ല എന്ന്? ഈ പറയുന്ന ഇതിന്റെ പേരിൽ തന്നെയാണല്ലോ ഈ ആൾക്കാരെ കലീമ ടെസ്റ്റ് നടത്തി കൊന്നു കളഞ്ഞത് കാശ്മീരില്. പിന്നെ ഇതിന്റെ പേരിൽ തന്നെയാണല്ലോ ആയിരക്കണക്കിന് ആൾക്കാരെ ബോംബ് വെച്ച് കൊല്ലുന്നത്. അപ്പൊ ഒരാൾ അങ്ങനൊന്നും ചെയ്യില്ല, അയാളുടെ മതം ഇന്നതായതുകൊണ്ട് അയാൾ അങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ വേറെ വഴിക്ക്. പിന്നെ അയാൾക്ക് ഭ്രാന്താവാം, ഒരുപക്ഷെ അവന് മാനസിക അസ്വസ്ഥതയുണ്ടാവാം. അതും കഴിഞ്ഞാണ് സംഘികളാരോ ഇവന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ള വളരെ തമാശയായിട്ടുള്ള ഒരു കാര്യം അടുത്തത് പറയാൻ. ഇതല്ല ഈ പിടിച്ചു നിർത്താൻ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഈ പറയുന്ന ഈ ഒരൊറ്റ കാര്യത്തിനും, അതായത് വട്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവൻ എന്തിനാണ് ഈ 1 വർഷം കാത്തിരുന്നത്? ഇവൻ യഥാർത്ഥത്തിൽ അപ്പൊ തന്നെ പരാതി കൊടുക്കാം, നാട്ടിൽ തന്നെ പരാതി കൊടുക്കാം. മെറ്റയും കൂടെ ചേർത്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ മെറ്റ തന്നെ മെറ്റീരിയൽ കൊടുക്കേണ്ടി വരും. കോടതിയിൽ കൊടുക്കും, അവർ കൊടുക്കുകയും ചെയ്യും. ഇത് ഹാക്ക് ചെയ്തതാണോ എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്യാം. പക്ഷെ ഇവൻ വരെ 1 വർഷം വേണ്ടിയില്ല. ഇവൻ ജന്മത്ത് പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ തൂക്കുവന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ കൂടെ ഉള്ളവർ ചാടി ഇറങ്ങുകയാണ്, അയ്യോ പാവം അവന് വട്ടാണ്, അവന് ചിന്തിക്കാതെ ചെയ്താണ്, അവൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല, അവൻ ഈ പറഞ്ഞ പോലെ പൂമ്പാറ്റയും പൂക്കളെയും ഒക്കെ സ്നേഹിച്ച് നടന്ന ഒരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ വലിയ തോതിൽ രണ്ടാമത്തെ ഒരു രീതിയിൽ അത് മാറ്റി. മൂന്നാമത്തേത് തീർച്ചയായിട്ടും ഇതൊരു ഗൂഢാലോചനയാണ് എന്നിപ്പോൾ വീണ്ടും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതൊരു വലിയ ഗൂഢാലോചന, ഒരാളുടെ പേരിൽ അവൻ അറിയാതെ അവനെ ഹാക്ക് ചെയ്ത്, സംഖ്യകളൊന്നുമല്ല ഇത്, അതിനേക്കാൾ വലിയ ഒരു രീതിയിൽ ഒരാളെ ടാർഗറ്റ് ചെയ്തു എന്ന്. അങ്ങനെ ചെയ്യേണ്ട കാര്യം ആർക്കാണുള്ളത്? യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന മലപ്പുറംകാരനെ മാത്രം പിടിച്ച് ഇത് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതിനെന്തെങ്കിലും ഒരു മോട്ടീവ് വേണ്ടേ? പക്ഷേ ഇതെല്ലാം കോടതിയിൽ വളരെ കൃത്യമായിട്ട് തള്ളിപ്പോകുന്ന ആരോപണങ്ങൾ. അവൻ പൂർണ്ണ ബോധ്യത്തോടെ അവൻ്റെ മതബോധം കാരണം അവനത് രാജ്യവിരുദ്ധത ഉണ്ടായതാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ കാര്യങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇതിനിടയിൽ ചില ഈ സുഡാപ്പി കാരണവന്മാരുടെ ഉപദേശം കൂടെ ഞാൻ കണ്ടായിരുന്നു. പലർക്കും ഉള്ള ഉപദേശമാണ്, നിങ്ങൾ ഇനിയെങ്കിലും സംഘീവിരുദ്ധ പോസ്റ്റുകൾ ഇടുമ്പോൾ
നിങ്ങളത് രാജ്യവിരുദ്ധ പോസ്റ്റുകളാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബോധം വന്ന വളരെ നല്ല കാര്യമാണ്. കാരണം സംഘികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചോ ഇതൊന്നും പുതിയതല്ല. ഇവൻ ഹിന്ദുക്കളെ മൊത്തമായിട്ട് തെറി വിളിക്കുകയും ഹിന്ദുക്കളെ മൊത്തമായിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുടെ പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതൊരു വിഷയമല്ല. പക്ഷെ രാജ്യവിരുദ്ധമാവാതിരിക്കാൻ ശ്രമിക്കണമെന്നുള്ള ഒരു ബോധം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ബോധമല്ല, അവർ പുറത്ത് സമ്മതിച്ചു തുടങ്ങി. അവർക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കണം ഇത് രാജ്യവിരുദ്ധം. പണ്ട് ഈ അഭിമന്യു കൊല്ലപ്പെട്ട മഹാരാജാസി കൊല്ലപ്പെട്ട അഭിമന്യു പറഞ്ഞു എന്നല്ലേ പറയുന്നത്. അതായത് RSSന്റെ പേരില് ഹിന്ദുക്കൾ കിട്ടും നല്ലതുപോലെ പണിയുന്നുണ്ടെന്നാണ് താങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ എല്ലാവർക്കും ബോധ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ഈ സംഘപരിവാർ വിരോധത്തിന്റെ പേരിൽ അത് പച്ചത്തെറി എഴുതുക, അല്ലാതെ ഒരു കാര്യമായ ഡിബേറ്റ് ഒന്നുമല്ല. പച്ചത്തെറി വിളിക്കുക. അത് യഥാർത്ഥത്തിൽ സംഘവിരോധം ഒന്നുമല്ല, അത് ഹിന്ദു വിരോധം തന്നെയാണ്. അതിന്റെ ഒരു അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. മീഡിയ വണ്ണിന്റെ കാര്യം ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു. കാരണം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവാണ്. പക്ഷെ അവർ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവണം. സാധാരണഗതിയിൽ ഈ മതസ്പർദ്ധ എന്നുള്ളത് അവർ അവരുടെ ആൾക്കാരെ ഇടയിൽ കൊണ്ടുവരുന്നതേ അല്ല. ഈ ഒരു വലിയ ഇതൊരു വിഷമാണ്. അപ്പോ ചിലപ്പോ അതും ഫലിക്കാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. എന്തായാലും ഇത് കൃത്യമായിട്ട് കേസ് ഇത് UAPA ആണ്, നാഷണൽ സെക്യൂരിറ്റി ആക്ട് അല്ല. അതുകൊണ്ട് ഡിറ്റൻഷനെക്കാട്ടി കൂടുതൽ ഇക്കാര്യത്തിൽ വിചാരണയായിരിക്കും. കൂടുതൽ അവർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവനെതിരെയുള്ള ചാർജുകൾ ഫ്രെയിം ചെയ്യും. ആ ചാർജുകൾ ഫ്രെയിം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇവൻ ചെയ്തു കൂട്ടിയെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പു പറയാം, ഇതൊരു ഫേസ്ബുക്ക് കമന്റിന്റെ പേരിൽ ഉണ്ടായ വിഷയമല്ല. അവസാനമായിട്ടൊരു ചോദ്യം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി ഒഴികെ കേരളത്തിലെ UDF LDF ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു നേതാവ് പോലും ഒരു വാക്ക് പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയൊരു എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമല്ലേ. നിങ്ങൾ ബാക്കി എല്ലാം മാറ്റി വെക്കുക. മലയാളിയായ ഒരു വനിത, ഒരു നേഴ്സ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടപ്പോൾ അത് ഹമാസിൻ്റെ വെടിയേറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഘടനയുടെ ആക്രമണത്തിലാണ് എന്ന് പോലും പറയാൻ മടിയുള്ളവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ. പറഞ്ഞവരൊക്കെ അത് പിന്നീട് ഡിലീറ്റ് ചെയ്തു, ആദരാഞ്ജലികൾ മാത്രമായിട്ട് അത് ചുരുക്കി. അപ്പൊ ഇവർക്കൊക്കെ പലരെയും പ്രീതിപ്പെടുത്തണം. അപ്പൊ ഞങ്ങളെങ്ങാനും ഈ സത്യം വിളിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സനൂഫ് ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ ബാധിക്കുമോ, ഞങ്ങളുടെ തമ്പുരാക്കന്മാർക്ക് ഇതിനകത്ത് അനിഷ്ടം ഉണ്ടാകുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ഒരു മലയാളി വനിതയാണ് ഇസ്രായേലി കൊല്ലപ്പെട്ടത്, അതും തീവ്രവാദി ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. നെഞ്ചുവിരിച്ചതെന്ന് പറയണ്ടേ? അത് പറയാനുള്ള ധൈര്യമില്ലാത്ത ഒരു സനൂഫിന്റെ കാര്യത്തിൽ എന്ത് പറയാനാണ്? അതുകൊണ്ട് എനിക്കക്കാര്യത്തിൽ യാതൊരു അത്ഭുതവും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസിന്റെ വികാസം എങ്ങനെയാവും എന്നുള്ളത് കാണാം. അതിനനുസരിച്ച് RP-യുമായിട്ടൊരു ചർച്ചകൾ വേണ്ടി വരും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ഇതൊരു നല്ല മുന്നറിയിപ്പാണ്. നല്ല മുന്നറിയിപ്പ്. എന്തും ചെയ്യാം. ഈ ഫ്രീഡം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാട്ടി കൂടുതൽ അത് നിയമജ്ഞര് പറയേണ്ടതാണ്. പക്ഷെ ഇത് ആബ്സല്യൂട്ട് അല്ല. എല്ലാത്തിനകത്തും ഒരു ഉത്തരവാദിത്വമുണ്ട്, ചില ചുമതലകളുണ്ട്, ചില പരിധികളുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് മാത്രം ഇത് ചെയ്താൽ മാത്രമേ ഏതൊരു സമൂഹവും മുമ്പോട്ട് പോവുള്ളൂ. അല്ല ആർക്കും എന്തും ചെയ്യാം. ഫ്രീ ഫോർ ഓൾ സിറ്റുവേഷൻ ആണെങ്കിൽ, ഫ്രീ ഫോർ ഓൾ സിറ്റുവേഷൻ അല്ല ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ആർക്കും എന്തും ചെയ്യാവുന്നതല്ല ഈ സ്വാതന്ത്ര്യം. അത് സനൂഫിനെ പോലുള്ളവർ അത് മനസ്സിലാക്കാൻ ഇനിയും ഇവന്റെ ജന്മം പാഴാകുകയാണ്. കാരണം അവന് ഇനി ജോലിക്ക് പോകാൻ പറ്റില്ല, ദീർഘകാലം വിചാരണയും മറ്റു കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു നല്ല ചെറുപ്പക്കാരൻ്റെ ഭാവി അങ്ങ് തീർന്നു. അവൻ്റെ ഈ ഉള്ളിലെ വിഷവും മതസ്പർദ്ധയും കാരണം അവൻ്റെ ഭാവി. പക്ഷെ അത് പല ആൾക്കാർക്കും ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. ഇത് ഈ വിദേശത്ത് പോയി ഇരിക്കുമ്പോഴേ, ഈ സൗദി അറേബ്യയിലും ഒക്കെ പോയി ഇരിക്കുമ്പോൾ അവിടെ ഒരു പാരലൽ വേൾഡിലാണ് ഇവർ മനസ്സുകൊണ്ട്. എന്ന് വെച്ചാൽ അവിടെ കാണുമ്പോൾ ഇതാണ് ലോകം. അപ്പം ഈ കേരളത്തിലെ ബഹുസ്വര സമൂഹം അല്ലെങ്കിൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ അത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ നിന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗദി അറേബ്യക്കാർക്ക് സ്വന്തം നാട്ടുകാർക്ക് ആ പ്രശ്നമില്ല, അവർക്ക് ആ പ്രശ്നമില്ല. പക്ഷെ ഇവിടുന്ന് പോകുന്നവർ എത്രയും പെട്ടെന്ന്
പെട്ടെന്ന്. പിന്നെ ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം മനോജ്. ഈ കേരളത്തിൽ നിന്ന് IS-ലേക്കും മറ്റു തീവ്രവാദി സംഘടനകളിലേക്കും ആൾക്കാർ പോയി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിലോ ഏജൻസികളുടെ കയ്യിലോ കണക്കില്ലാത്തത് ഗൾഫിൽ ജോലിക്കെന്നും പറഞ്ഞു പോയി അവിടെ നിന്ന് അപ്പുറത്തോട്ട് ചാടിയവരാണ്. അത് എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ സനൂഫിൻ്റെ ഒക്കെ കേസിൽ അങ്ങനെയുള്ള ആരെങ്കിലുമായിട്ടൊക്കെ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ പോയിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയാണോ ഇയാൾ അറിയില്ല. നമുക്കറിയില്ല. ചില ആൾക്കാരെങ്കിലും ഗൾഫിൽ നിന്ന് വേറെ കള്ള പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ച് പാകിസ്ഥാനിൽ പോകുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഗുരുതരമായ ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. അതിനകത്ത് യാതൊരു സംശയം. വരും ദിവസങ്ങളിൽ ആ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും ചർച്ചകളാവാം. വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം.